സോഷ്യൽ മീഡിയയിൽ ഇക്കഴിഞ്ഞ കാലം അത്ര പലജാതി യൂണിവേഴ്സുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ യൂണിവേഴ്സുകളിലൊക്കെ പല രീതിയിലുള്ള സ്ക്രിപ്റ്റിങ്ങും പല രീതിയിലുള്ള മാനിപ്പുലേഷൻസും പല രീതിയിലുള്ള പേഴ്സണൽ പ്രൈവസി ആക്കി കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അടക്കം എടുത്തു വെച്ച് അപരാധിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തൊരു യൂണിവേഴ്സ് ഒരു ലൂപ്പാണ്. റിഫ, മെഹനാസ്, സഫ, ഫസ്മിന, ലല്ലൂബി ആൻഡ് യൂബർ ഡ്രൈവർ. ഈ യൂണിവേഴ്സിൽ ഈ അടുത്ത കാലങ്ങളിൽ നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപരാധ ആരോപണങ്ങൾ മാത്രമല്ലാതെ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, സ്പൈക്ക് കുട്ടൻ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കൊണ്ടുവന്ന് ആ കുട്ടിക്കെതിരെയും ആരോപണം, ആ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യൽ, അങ്ങനെ ഒരു വേസ്റ്റ് ഫേസിലേക്ക് ഈ ഒരു യൂണിവേഴ്സ് പോവായിരുന്നു. ഇന്ന് രാവിലെ മമ്മൂട്ടിയുടെ കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫിലായിരുന്നു. ഓൺ ആക്കിയപ്പോഴത്തേക്ക് ന്യൂസ് ചാനൽ ബിഗ് ടി വി, സുജയ പാർവതിയുടെ ബിഗ് ടി വിയിൽ വന്നൊരു ന്യൂസിൻ്റെ തമ്പ് ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്ത് ഞാനതിവിടെ വെക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ്, ഗുണ്ടായിസം, ആലുവയിൽ യൂബർ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫസ്മിനയ്ക്കും മെഹനാസിനും എതിരെ പരാതി. അപ്പം ഞാൻ നോക്കുമ്പോൾ യൂണിവേഴ്സിൽ ഒരു FIR വീണിരിക്കുക. ആൻഡ് ഈ ഒരു FIR വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സീരിയസ് ആണ്. ഫസ്മിന എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരാളായതുകൊണ്ട്, എനിക്ക് അങ്ങനെ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്മിനെ ഇമീഡിയറ്റ്ലി ഇത് അയച്ചു കൊടുത്തിട്ട് എന്താ വിഷയം എന്ന് ചോദിച്ചു. ഫസ്മിന എന്നോട് കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അതിനു മുമ്പ് FIRൻ്റെ കോപ്പി ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ യൂബർ ഡ്രൈവർ, നമ്മുടെ യൂബർ കുട്ട, ഈ യൂബർ ഡ്രൈവറെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയി വധശ്രമം, ഇടിച്ചു പിഴിയൽ, ഇടിവളട്ട് ഇടിക്കൽ, തുണി ഒരു വീഡിയോ എടുക്കൽ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് FIRൽ പറയുന്നത്. ഇതിൽ 1 മുതൽ 6 വരെ പ്രതികളുണ്ട് എന്നും ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ലല്ലൂബി, സെബീൽ, ഈ സെബീലിനെയും കൂട്ടി യൂബർ ഡ്രൈവർ സഫയുടെ ഫ്ലാറ്റിലേക്ക് പോവുമായിരുന്നു. ആ കാറിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് യൂബർ കാറിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഫയുടെ ഫ്ലാറ്റിലേക്ക് പോയ സമയത്ത് പോകുന്ന വഴിക്ക് 1ഉം 2ഉം പിന്നെ തുടർന്ന് 6 പ്രതികൾ, മെഹനാസും ഫസ്മിനെയും എല്ലാവരും കൂടി ചേർന്ന് ഇവർ അറ്റാക്ക് ചെയ്യുകയും ഇടിവള ഇട്ട് ഇടിക്കുകയും ഇവരവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരുടെ വീഡിയോ എടുക്കുന്നു, വിവസ്ത്രനാക്കാൻ നോക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ സഫയും സെബീലും ലല്ലൂബിയും തമ്മിൽ റിലേഷനിലാണ് എന്ന് പറയിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വീഡിയോ എടുക്കുന്നു, വധശ്രമം നടത്തുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ എൻറ്റയർ FIRൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നില്ല. ഇവിടെ സൈഡിൽ വെച്ച് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ന്യൂസിൽ വന്ന കാര്യങ്ങൾ ആദ്യം തന്നെ പ്ലേ ചെയ്യാം. അപ്പോൾ ന്യൂസുകാർക്കുള്ള FIR വായിച്ചും അല്ലെങ്കിൽ പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രൈമ ഫേസ് ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട്സും ആണല്ലോ ന്യൂസുകാർ കൊടുക്കുക. അതാദ്യം അവർ കൊടുത്തത് നിങ്ങളൊന്ന് കാണാം. ആലുവയിൽ ഇൻഫ്ലുവൻസർമാരുടെ ഗുണ്ടായിസം, ഊബർ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഇൻഫ്ലുവൻസർമാരായ ഫാസ്മിനിക്കും മേൻസിനുമെതിരെയാണ് പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഇതാണ് പരാതി. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? തീർച്ചയായും റീച്ചും എല്ലാം കഴിഞ്ഞപ്പോൾ വിഷയം പോലീസ് കേസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇൻഫ്ലുവൻസർമാരായ വലിയ ആരാധകരുള്ള മെഹനാസും ഒപ്പം തന്നെ ഫസ്മിനയുമാണ് ഇപ്പോൾ കേസിൽ പ്രതികളായിരിക്കുന്നത്. ഇവരടങ്ങുന്ന ഒരു സംഘം, അവർ 6 പേർ ചേർന്ന് ഊബർ ഡ്രൈവറായ കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ സംഭവം നടക്കുന്നത് 2-ാം തീയതി പുലർച്ചെയാണ്. 2-ാം തീയതി പുലർച്ചെ ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു യൂബർ ഡ്രൈവർ ഓടിക്കുന്നത്. ഈ വാഹനം തിരികെ നൽകുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു മെഹനാസിൻ്റെയും ഒപ്പം തന്നെ ഫസ്മിനയുടെയും നേതൃത്വത്തിലുള്ള സംഘം റോഡിൽ തടഞ്ഞു നിർത്തി ഈ കോഴിക്കോട് സ്വദേശിയായ ഊബർ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് ശേഷം ഫസ്മിനയുടെ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് എന്ന് വീഡിയോ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞു. അത് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞു. ഇത് നിഷേധിച്ചപ്പോഴായിരുന്നു കമ്പിവടി അടക്കം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് പിന്നാലെ ഇയാളെ വിവസ്ത്രനാക്കി വീഡിയോ ചിത്രീകരിച്ചു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആലുവ പോലീസിൽ പരാതി നൽകുന്നത്. ആലുവ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പാണ് യൂട്യൂബർമാർക്ക്
പോലീസിനെതിരെ അടക്കം ചുമത്തിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫാസ്മിനെയും അതുപോലെ തന്നെ മെഹനസിനെ പറ്റി പറയുമ്പോൾ മുൻപ് ഇത്തരം ഒരു ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ട് മരണത്തിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ മെഹനസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കേസിൽ ഈ മെഹനസ് വന്നിരിക്കുകയാണ്. അതായത് ഈ ഫാസ്മിനയുടെ ഭർത്താവുമായി മറ്റൊരാൾക്ക് ബന്ധമുണ്ട് എന്ന് ഈ യൂബർ ഡ്രൈവറെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു ഇതിന്റെ പിന്നിൽ ലക്ഷ്യം. ഇത് പറഞ്ഞുകൊണ്ട് ഈ യൂബർ ഡ്രൈവറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ശേഷം ഇയാളെ ഇടിവള കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന വഴി ഇയാളെ പിന്തുടർന്ന് കാറിൽ ഒന്നും രണ്ടും പ്രതികളായിട്ടുള്ള മെഹനസും അതുപോലെ തന്നെ ഫസ്മിനെയും കൂടി പിന്തുടർന്നുകൊണ്ട് കമ്പിപ്പാര കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ള പ്രശ്നം. ഇപ്പോൾ ഇവർക്കെതിരെ ഈ നാജിൽ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. BNS 126 പ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ മെഹനസിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഇവരെ ഇപ്പോൾ വധശ്രമം അടക്കമുള്ള കേസുകൾ ഇതിനകത്ത് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഹനസിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ബിൽഡപ്പാണ് യൂണിവേഴ്സിൽ. സ്പൈക്കുട്ടം വരുന്നു, ഇപ്പം അണ്ടർവേൾഡ് സെറ്റപ്പിൽ ആളെ തട്ടിക്കൊണ്ടുപോക്ക്, വടി കൊണ്ടടിക്കൽ, ഇരുമ്പ് വടി, കമ്പിപ്പാര, കൈവള. ഒയ്യോ എൻ്റെ മോനെ എവിടെ കാണും. ഇവിടെ മലയാളത്തിലുള്ള എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പരിപാടി നിർത്തുക നല്ലത്. ഇവർ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ന്യൂസിൽ വന്നിട്ടുള്ള വേർഷൻ. FIR ഓൾറെഡി നിങ്ങളെ ഞാൻ കാണിച്ചു. ഇനി ഞാൻ പേഴ്സണലി ഫസ്മിനയോട് സംസാരിച്ച സമയത്ത് ഫസ്മിന എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഓക്കെ, അത് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഫസ്മിനയുടെ വേർഷനിനകത്ത് ഇത് സഫ, ലല്ലൂബി, പിന്നെ ഈ യൂബർ ഡ്രൈവർ ഇവരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് നാടകമാണ്. സംഗതി ഫസ്മിനയും മെഹനാസും ഈ പറഞ്ഞ 2-ാം തീയതി ഈ യൂബർ ഡ്രൈവറെയും ബാക്കി ടീംസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർ വീഡിയോ എടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എവിടെയും ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്നും അതിൻ്റെ വീഡിയോ പ്രൂഫ് റെക്കോർഡുകൾ അടക്കം ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതുമാണ് എന്നോട് ഇവർ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്മിന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം. 8:15 ആയപ്പോഴത്തേക്കാണ് ലല്ലു ഊബറായിട്ട് സഫയുടെ അടുത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലല്ലു ഫ്ലാറ്റിലോട്ട് കയറിയത് മെഹനാസ് വീഡിയോ എടുത്തു. കഴിഞ്ഞ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ലല്ലു ഓടിയത്. അപ്പൊ ഊബറിന്റെ അവിടെ നാജി വെയിറ്റ് ചെയ്യുക. നാജിക്ക് ഓടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. നാജി അങ്ങനെ മെഹനാസ് കയ്യിൽ പെട്ട് അത് കഴിഞ്ഞ് മെഹനാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാജിനെ കിട്ടിയിട്ടുണ്ട്, നാജി കൂടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ, നേരിട്ട് സംസാരിക്കാം, വീഡിയോ എടുക്കാം, എല്ലാ കാര്യങ്ങളും ഇവൻ പറയും, ഇവൻ സത്യം പറയും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ ഈ ഫ്ലാറ്റിന്റെ അവിടെ ഈ വീടിന്റെ അവിടെ ഒന്നുമല്ല. ഞാൻ ചെല്ലുന്ന ഒരു ചായക്കടയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്താണ്. ചായക്കട ഉണ്ട്, ഒരു പെട്രോൾ പമ്പിന്റെ അവിടെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ചെക്കനോട് സംസാരിക്കുന്നത്. അത് ഇവനെന്റെ കൂട്ടുകാരനാ. ഇവന് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്നതാ. അപ്പം അല്ല, ഫുഡല്ല, ഞാൻ പൈസ അയച്ചു കൊടുക്കുന്ന ഗൂഗിൾ പേയില്. ഇവൻ എന്നിട്ട് ലല്ലുവിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നായിട്ട് വല്ല കോണ്ടാക്ട് കുറഞ്ഞു. അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവനിപ്പോ ലല്ലുവിന് വേണ്ടിയിട്ടാണ് ഈ പരാതി കൊടുത്തേക്കുന്നത്. അതായത് ഇവൻ എന്റെ ഇവന്റെ വായിൽ നിന്ന് എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തെന്ന് മനസ്സിലായപ്പോഴാണ് മേ ബി ഇവര് പേടിച്ചിട്ടാവും, ഈ വീഡിയോ ഞാൻ പുറത്തു വിടുന്നു പേടിച്ചിട്ടാവും. ഇത്ര സത്യങ്ങൾ ഇവൻ പറയുന്നുണ്ടല്ലോ, ഊബർ ഓടിച്ചിട്ടില്ല, എഗ്രിമെന്റ് ഇല്ല, ഒന്നുമില്ല എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. പക്ഷെ ആ ടൈമിൽ അവന്റെ മേത്ത് ഒരു മുറിവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവന്റെ മേത്ത് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ ലല്ലു മുറിവാക്കിയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, കള്ളപ്പരാതി കൊടുക്കാം, മെഹനാസ് ഫസ്മിനെ ഉപദ്രവിച്ചതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഇവനെ ആദ്യം ഉപദ്രവിക്കുന്നത്. അതായത് ഓൾറെഡി നമുക്കറിയുന്ന കാര്യമാണ് ഈ സഫയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് എന്നുള്ളത്. മെഹനാസ് February 14th വാലന്റൈൻസ് ഡേക്ക് ഒരു സ്റ്റോറി ഇട്ട് പറഞ്ഞ കാര്യമാണ്. അവിടെ നിന്നാണ് ഈ യൂണിവേഴ്സിൻ്റെ ബിൽഡ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, തറക്കല്ലിടുന്നത് അവിടെയാണ്. അവിടെ നിന്നാണ് ഈ ഇത് പണി തുടങ്ങുന്നത്. അങ്ങനെ അവിടുന്ന് പണി തുടങ്ങിയ യൂണിവേഴ്സ് ഇന്ന് അതേ സംശയത്തിൻ്റെ മുകളിൽ ഫസ്മിന, ലല്ലൂബി ഫസ്മിന, സഫ മെഹനാസ് സഫ, അതിൽ തന്നെ മെഹനാസിന് സഫയോടുള്ള ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ സംശയത്തിൻ്റെ മുകളിലാണ് അത് ലല്ലൂബി ആയിട്ടാണോ എന്നുള്ളത് കൺഫേം ആക്കാനാണ് ഈ സഫയുടെ ഫ്ലാറ്റിനെ ചുറ്റിപ്പറ്റി ഓൾറെഡി ഈ മെഹനാസ് നടക്കുന്നത്. ഇത് കൺഫേം ആക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സഫ തുറന്നു പറയണം ലല്ലൂബിയായിട്ട് സഫയ്ക്ക് റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലല്ലു പറയണം എനിക്ക് സഫയായിട്ട് റിലേഷൻ ഉണ്ട്. ഇവർ രണ്ടുപേരും പറഞ്ഞെങ്കിൽ പിന്നെ ഇവരുടെ ഓപ്ഷൻ ആരാ? ഈ യൂബർ ഡ്രൈവറാണ്.
നീജി എന്താണോ അവൻ്റെ പേര്, ഓൻ. ഈ യൂബർ ഡ്രൈവറാണ് പിന്നെ അത് അറിയുന്ന ഒരു വ്യക്തി എന്നാണ് ഇവർ പറയുന്നത്, മെഹനാസും ഫസ്മിനിയും പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ സഫ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും, സഫ മീഡിയയ്ക്ക് കൊടുക്കുന്ന ഓരോ ബൈറ്റും, സഫ ഇടുന്ന വീഡിയോയിലും സഫയ്ക്ക് യൂബർ ഡ്രൈവറുമായിട്ടേ കണക്ഷനുള്ളൂ. യൂബർ ഡ്രൈവറുടെ ഫ്രണ്ടായ ഈ ലല്ലൂബിയായിട്ട് ഒരു കണക്ഷനും ഇല്ല. ജസ്റ്റ് അവിടെ വന്നു പോകുന്ന ഒരു ബന്ധവും. പിന്നെ കേസായ സമയത്ത് ഫസ്മിനെ സഫയ്ക്കെതിരെ കേസ് കൊടുത്തപ്പോൾ, സഫ ഫസ്മിനയ്ക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ലല്ലൂബി ഓൾറെഡി ഫസ്മിനയ്ക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് കേസിൻ്റെ കാര്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ഒരു കണക്ഷനാണ് ഉള്ളത് എന്നുള്ളത് മാത്രമാണ് മീഡിയന് മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എഗെയിൻ മെഹനാസാണ് ഇവിടുത്തെ റിയൽ സ്പൈക്കൂട്ടെന്ന് തോന്നുന്നു. ഈ ചെങ്ങായി ആ വീടിന് ചുറ്റും തെരഞ്ഞു പിടിച്ച് നടന്ന് ഈ പറഞ്ഞ യൂബർ ഡ്രൈവറെ കയ്യിൽ കിട്ടി. ഇവർ ഈ പറഞ്ഞ പോലെ ഇവർ പറയുന്നത് ഇവർ ഈ ചെക്കനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്, അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇതിലുള്ള എല്ലാവരോടും, ഫസ്മിയോ അടക്കം എല്ലാവരോടും പറയാനുള്ളത്, ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്. ഓക്കെ, സംശയങ്ങളുണ്ടാവാം, ആരോപണങ്ങൾ വരാം, പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവാം. നിങ്ങൾ എന്ത് ഇൻറ്റൻഷൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ഒരാളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ബാക്കി വിഷയങ്ങൾ ചോദിക്കുമ്പോൾ നാളെ ഇങ്ങനൊരു കോൺസിക്വൻസ് വരും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഇപ്പം ഫസ്മിനെ എന്നോട് പേഴ്സണലി പറയുന്നു, ഇല്ല സായി, ഒരു രീതിയിലും ഇതിനകത്ത് ഞങ്ങൾ ആരും അവനെ കൈവച്ചിട്ടില്ല, ഞങ്ങൾ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, പോകുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. ഫസ്മിനെ പറയുന്നത് ഫസ്മിന ഉള്ളപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല, വീഡിയോ പ്രൂഫ് അടക്കം ഫസ്മിനയുടെ കയ്യിലുണ്ട് എന്നാണ് ഫസ്മിന പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്മിനയുടെ ക്ലെയിം എന്താ? ഇതൊരു സ്ക്രിപ്റ്റഡ് നാടകമാണ്. നിഷാൻ പോത്ത് ഷാജഹാൻ വിഷയത്തിൽ കണ്ടല്ലോ സ്ക്രിപ്റ്റ്, അതുപോലൊരു സ്ക്രിപ്റ്റ്. ലല്ലൂബി യൂബർ ഡ്രൈവറെ കയ്യും കാലും തല്ലിയൊടിക്കുന്നു, അത് നേരെ കൊണ്ടുപോയിട്ട് ഫസ്മിനേൻ്റെയും ഈ പറഞ്ഞ മെഹനാസിൻ്റെയും തലയിലിടുന്നു. എന്തിന്? യൂബർ ഡ്രൈവർ ഓൾറെഡി സഫയും ലല്ലൂബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ഈ ചങ്ങാതി യൂബർ ഡ്രൈവറായിട്ട് യൂബർ ഓടിക്കണമെങ്കിൽ ഒഫീഷ്യലി യൂബറിൻ്റെ അടുത്ത എല്ലാ നമ്മുടെ ഡോക്യുമെൻസും കൊടുത്ത് യൂബറിൽ നിന്ന് ഒഫീഷ്യലി ഒരു മെയിലൊക്കെ വന്നിട്ടാണ് യൂബർ ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ട്. ഇവൻ അങ്ങനെ ആയിട്ടുണ്ടോ ഇല്ലേ? അങ്ങനെ 100,000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഇവൻ ഈ പറഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നും ആ വീഡിയോ ഇവരുടെ കയ്യിലുള്ളത് ബാക്കി ഈ സഫയ്ക്കും ലല്ലൂബിക്കും പ്രശ്നമായതുകൊണ്ട് ഇവർ പോയതിന് ശേഷം കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ചു. ഇതാണ് ഫസ്മിനയുടെ വേർഷൻ. ഇതിൽ മെഹനാസ് കാണിക്കുന്ന ഈ സ്പൈ പരിപാടികൾക്ക് ഫസ്മിന ഒപ്പം കൂടാൻ നിന്ന് കഴിഞ്ഞാൽ ഫസ്മിനയ്ക്ക് ഇതേപോലത്തെ അവസ്ഥകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് പേഴ്സണലി ഫസ്മിന മനസ്സിലാക്കുക. കാരണം ഇതിനകത്തിപ്പോൾ ഫസ്മിനയ്ക്ക് ലല്ലൂബിയും സഫയും തമ്മിൽ എന്ത്, അതായത് തന്നെ ചീറ്റ് ചെയ്തു പോയ തൻ്റെ ഭർത്താവ് ഇത്രയും വലിയൊരു തെമ്മാടിയാണെന്നുള്ള പുറലോകത്തിനെ കാണിക്കാനാണെങ്കിൽ അത് ഓൾറെഡി ഫസ്മിന കാണിച്ചിട്ടുണ്ട്, ഇവൻ ഇത്രത്തോളം വൃത്തികെട്ടവനാണെന്നുള്ളത്. ഇനി അതിൻ്റെ മുകളിലൊന്നും കാണിക്കാനില്ല. സഫയായിട്ടുള്ള റിലേഷൻ കാണിക്കാനാണെങ്കിൽ പോലും ഫസ്മിനയ്ക്ക് അത് കാണിച്ച് ഇപ്പോൾ ഈ ലൂപ്പിലേക്ക് പോയി ഇതിനകത്ത് പെടേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എന്തായി? കേസായി, നോൺ ബെയിലബിൾ വരും, ഇടിവളട്ട് അടിച്ചു, കമ്പിപ്പാർ വെച്ച് അടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് മാറി. എല്ലിന് ക്ഷതം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങളും ഇതിനകത്ത് വരാം. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റങ്ങൾക്ക് പോവാതിരിക്കുക എന്നുള്ളത് ഒന്ന്. ഇനി ഇവർ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇതേപോലത്തെ ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ ഫസ്മിന ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചൊരു വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ ഇവർ ഈ കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിൻ്റെ കുറേ വോയിസ് ഉണ്ടെന്നും ഈ എടുത്ത വീഡിയോൻ്റെ കുറച്ചധികം, ഈ വീഡിയോ ഞാൻ ഡെഫിനറ്റ്ലി എന്ത് ചെയ്തത് ഇതിനകത്ത് ചെറിയൊരു പോർഷനാണ് ഞാൻ വെച്ചത്, കംപ്ലീറ്റ്ലി വെച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ ഫുൾ പോർഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഈ യൂബർ ഡ്രൈവർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ വീഡിയോനകത്തുണ്ട്. ആ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ച പൊറോട്ട് നാടകമാണെന്നുള്ളൊരു വേർഷനാണ് ഫസ്മിനയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി പോലീസ് അന്വേഷിക്കുമല്ലോ, പോലീസുകാർ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലായിടത്തും കൊണ്ടുപോകും. കാരണം ഇതൊക്കെ നടന്നിട്ടുള്ള ഒരു പബ്ലിക് സ്പേസിലാണ്, മനസ്സിലായില്ലേ? ഒരു പബ്ലിക് സ്ഥലത്ത്, പൊതു റോഡിലോ റോഡിൻ്റെ സൈഡിലോ ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ എല്ലാ കാര്യവും നടന്നിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അവിടെ CCTV ക്യാമറകൾ ഉണ്ടാവും, അടി തല്ല് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ CCTV വിഷ്വൽസിനകത്ത് അത് കിട്ടുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ കേരള പോലീസ് ഒന്ന് കൃത്യമായി അന്വേഷിക്കണം. കാരണം ഇതിനകത്ത് ഇവരുടെയൊക്കെ പേഴ്സണൽ എന്താ പറയുക, ഈഗോ, പേഴ്സണൽ സംശയങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭാര്യാഭർത്തൃബന്ധത്തിലുള്ള സംശയം, ഇവരുടെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചുള്ള ഈ സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് കൃത്യമായിട്ട് ഇതിനകത്ത് എന്താണ് നടന്നതെന്നുള്ളത്
പുറം ലോകത്തിനെ അറിയിച്ചില്ലെങ്കിൽ എല്ലാ ഇൻഫ്ലുവൻസർമാർക്കും ഇതൊരു ഒരുമാതിരി ചീത്തപ്പേരാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം മെഹനാസിൻ്റെ ഇൻ്റർവ്യൂ ഫസ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പോർഷൻസിനകത്ത് ഈ മെഹനാസ് പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ബൈ ദ വേ മെഹനാസിൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതൊരു വേറൊരു കോമഡി, അത് ഞാൻ കാണിച്ചു തരാം. മുന്നേ ഇവള് റൂമറി വന്നതിന് ശേഷമാണ് ഇവർ കോണ്ടാക്ട് ചെയ്ത് എന്നൊക്കെയാണ് സഫ പറയുന്ന ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ലല്ലുവിനറിയോ? ലല്ലുവിന് ഞാനിപ്പോ ഈ ഒരു ഇതിലാണ് പരിചയപ്പെട്ടത്. മീൻസ് എന്റെ വണ്ടി ഞാൻ ഒരാൾക്ക് ഊബർ ഡ്രൈവറിന് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടായിരുന്നു ലല്ലു. ആ വഴിയാണ് ഞാനിപ്പോ ഈ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ കോണ്ടാക്ട് ഒക്കെ ആയത്. അതുവരെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ലല്ലുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല. ഇല്ല ഇല്ല ഇല്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ലല്ലു ആണ് അവിടെ ഇരിക്കുന്നത്. അവൻ അവിടുന്ന് കിടന്ന് ഓടുന്നത് എൻ്റെ ഫ്ലാറ്റിലാണ്. അവൻ കിടന്ന് ഓടുന്ന വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇന്നലത്തെയാണ്, അതായത് 1-ാം തീയതി ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ സഫ ഇങ്ങനെയാണ് പറയണത്. ആക്ച്വലി ഇതിന് മുന്നേ അവർ കോണ്ടാക്റ്റ് ഉണ്ട്, ഇതിന് മുന്നേ അവർ കമ്പനി ഉണ്ട്, അവർ ഫ്ലാറ്റിൽ ഒരുപാട് പ്രാവശ്യം താമസിച്ചിട്ടുണ്ട് ഈ ലല്ലു. അതായത് അവൻ എൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവ് ഒരുപാടുണ്ട്. കാരണം അവൻ്റെ ഡ്രസ്സ് അവിടെയുണ്ട്, അവൻ്റെ ഡ്രസ്സ് അലക്കി അവിടെ ആർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ വലിക്കുന്ന ബ്രാൻഡ് സിഗരറ്റ്, അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം. അതേപോലെ തന്നെ ഇതാണ് അവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അങ്ങനെ അവിടെ അവൻ ഒരുപാട് താമസിച്ചിട്ടുണ്ട്. അവർ സെക്ഷുവലായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവൻ്റെ കൂടെയുള്ള അവർ തന്നെ സത്യം വെളിപ്പെടുത്തിയ കാര്യമാണ്. ഓൾറെഡി അതൊക്കെ ചില ആൾ പറയും സംശയങ്ങളല്ല, ഒരിക്കലും ഒരു സംശയത്തിൽ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോവാറില്ല. മെഹനാസ് പറഞ്ഞ ഡേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1-ാം തീയതി വീഡിയോ എടുത്തു, 2-ാം തീയതി പുലർച്ചെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവൻ ഈ 1-ാം തീയതി ഈ പറഞ്ഞ സഫേൻ്റെ ഫ്ലാറ്റിൽ മെഹനാസ് ലല്ലൂബി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്പൈ പണി എടുക്കാൻ വേണ്ടി റോന്ത് വിറ്റിയ സമയത്തായിരിക്കണം അവിടെ ലല്ലൂബീനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എടുത്തത്. ഈ വീഡിയോനകത്ത് അവൻ പറയുന്നത് ഒപ്പമുള്ള ആൾ പറഞ്ഞു അവർ തമ്മിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്, ബന്ധമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം കേസ് വന്ന ഈ യൂബർ ഡ്രൈവർ ആ ദിവസം അല്ലെങ്കിൽ ആ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ഇവൻ ഇവിടെ റെഫർ ചെയ്യുന്നത് മെഹനാസ്. ഓക്കെ, പക്ഷെ ഇവൻ ഈ വീഡിയോയോ കാര്യങ്ങളോ എവിടെയും പുറത്തിട്ടിട്ടുണ്ടായിരുന്നില്ല മെഹനാസ്. ഇനിയിപ്പോൾ മെഹനാസ് പുറത്തിടുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയണം. എന്താണെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ഒരു, അതായത് ഈ യൂബർ ഡ്രൈവറെ ഇവർ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതെന്താണെങ്കിലും ഇവിടെ ഉറപ്പിച്ച് നമുക്ക് എന്താ ചെയ്യാം, കോൺക്രീറ്റ് ചെയ്യാം. അവിടെ ഇടി ഈ പറഞ്ഞ രീതിയിലുള്ള തട്ടിക്കൊണ്ടുപോകൽ, ഇടിവളട്ട് കുത്തൽ, കമ്പിപ്പാരെടുത്തുള്ള അടി, വിവസ്ത്രനാക്കി വീഡിയോ എടുക്കൽ, ഇങ്ങനത്തെ പരിപാടികൾ നടന്നോ ഇല്ല എന്നുള്ളതൊക്കെ പോലീസുകാർ അന്വേഷിച്ച് പറയട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് മൊത്തം ഒരു കഥയായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കളിയായിട്ടും ഒരാളുടെ ജീവിതം സത്യാവസ്ഥ മനസ്സിലാക്കാണ്ട് കുറ്റപ്പെടുത്തുന്നതൊക്കെ നിങ്ങൾക്കെല്ലാം ഒരു കഥയും സ്ക്രിപ്റ്റൊക്കെ ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതമാണ്. റമദാൻ മാസം നിങ്ങൾ എന്താ പറയുക, റമദാൻ മാസം ഞാൻ അവിടെ ഇരിക്കുന്നതിനെ തെറ്റുന്നത് ശരി തന്നെ. പക്ഷേ എൻ്റെതും ഞാനൊരു മനുഷ്യനാണ്, എനിക്കും ഹൃദയമുണ്ട്, അതിൽ പെയിനുണ്ട്. എൻ്റെ ഫസ്റ്റ് ലൈഫോ നശിച്ചു, ഇത് 2ാമത്തെ ലൈഫും ഇങ്ങനെ. എന്താണ് മെഹനാസ്, എന്ത് റമദാൻ മാസം, എന്ത് പടച്ചോൻ, എന്ത് ജീവിതം നശിക്കൽ. ഇജായിട്ട് തുടങ്ങി വെച്ച ഓരോ കാര്യങ്ങൾ ലാസ്റ്റ് എന്നോട് ചോദിച്ചാൽ പറയും എത്തപ്പ ചെയ്യുക, എൻ്റെ ഇത് ശരിയല്ല, ഭാഷ ശരിയല്ല, ലാംഗ്വേജ് ശരിയല്ല, ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് തിരിയാഞ്ഞിട്ടാണ്. മനസ്സിലായോ? അങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ഒരുത്തനാണ് ഈ സംഗതി. ശരിയാ, സ്ക്രിപ്റ്റ് ആരാ എങ്ങനെയാന്നുള്ളതൊക്കെ എന്താണ് ഈ യൂണിവേഴ്സ് ബിൽഡായി പോകണ്ടല്ലോ, പുറത്ത് വന്നോളൂ. ബൈ ദ വേ ഈ ഇൻ്റർവ്യൂവിൽ കുറച്ചധികം കാര്യങ്ങളും കൂടി ഇവൻ പറയുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് തരാം. അതിലൊന്നാണിത്. അവൾക്ക് വേണ്ടാന്ന് അവളാണ് തീരുമാനിച്ചത്, എന്നെ വേണ്ടാന്ന്. അത് മുന്നേ അവൾ തീരുമാനിച്ച് കൺഫേം ആക്കിയ കാര്യമല്ലേ. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഇന്നലെ മിനിയാന്ന് വരെ വേണം, അതായത് എനിക്ക് എൻ്റെ കുട്ടീനെ വളർത്തണം എന്നുള്ള ഒരു ഇതുണ്ട്. എനിക്ക് 2ാമത്തെ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റണില്ല. കുട്ടി വേണമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒന്നിച്ച് 2ആളും വളർത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. അവൾക്കതിന് സാധ്യമല്ല. എനിക്ക് ആ കുട്ടീനെ 2 പേരും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അത് അവളെ ഇഷ്ടപ്രകാരം നടന്നാലും അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടിയ ഒരു പ്രായം വരെ ബാക്കി ഞാൻ നോക്കിക്കോളും. അതായത് ഇപ്പോൾ പാൽ കുടിക്കുന്ന പ്രായം, എന്തായാലും പാല് കൊടുക്കുന്നില്ല, കുപ്പിപ്പാലാണ് കൊടുക്കുന്നത്, അത് എനിക്കായാലും കൊടുക്കാൻ കഴിയും. മെഹനാസ് ഭയങ്കരമായിട്ട് കുട്ടിയുടെ കാര്യത്തിൽ സങ്കടം പറയുന്നു, ഭയങ്കരമായിട്ട് കുട്ടിയുടെ കാര്യത്തിൽ വറീഡ് ആവുന്നു. മെഹനാസെ
റിഫയിലൊരു കുട്ടിയില്ലേ മേനാസിന്, അസാനുവിനെ വേണമെന്നോ അസാനുവിനെ നോക്കണമെന്നോ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് റിഫയുടെ വീട്ടുകാർ കുറച്ച് തല്ലിയാലും ചീത്ത പറയാനും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കുട്ടിയെ കാണണം എന്നൊക്കെ പറയുന്ന ഒരു ഉപ്പാടെ സ്നേഹം, പാസം, അതൊന്നുമില്ലേ? ആ കുട്ടി വളരണ്ടേ? ഉമ്മ ഇല്ല, ഉമ്മ ജീവിച്ചിരുന്നുകൊണ്ട് ഇല്ലായ്മ എന്ന് പറഞ്ഞൊരവസ്ഥയ്ക്ക് പോയതല്ല ആ കുട്ടി. ആ കുട്ടിയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല, ഉപ്പയായിട്ട് നീ മാത്രമേ ഉള്ളൂ. ആ കുട്ടിയോട് ഇഷ്ടവും സ്നേഹം ഉണ്ടായിരുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നീ ആ കുട്ടിയും കൂടി ചേർത്ത് പിടിക്കില്ലടാ. നീ വേറൊരു റിലേഷനിൽ പോവുക, അതിൽ കുട്ടി ഉണ്ടാവുക, ദാറ്റ്സ് അപ് ടു യു. ബട്ട് ആ കുട്ടിയോടും കൂടി നിനക്കൊരു ഇത് വേണ്ടേ? എന്താ എൻ്റെ ഉപ്പസ്നേഹം അഴിഞ്ഞൊഴുകുന്നത്? ആക്ച്വലി അതെ, ഫെബ്രുവരി ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുന്നേ, അതായത് ഈ ഒരു ചാറ്റ് കണ്ടു. എനിക്ക് ഏതൊരു ഹസ്ബൻഡ് ആണെങ്കിലും പ്രതികരിക്കുന്ന രീതിയിൽ മാത്രം ഒരു സംസാരം ഉണ്ടായിട്ടുള്ളൂ. ഇത് വേണ്ട, ഇത് ഇങ്ങനെ ഒരു കോണ്ടാക്ട് വേണ്ട എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലല്ലോ അല്ല. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ട. ഏത് ഹസ്ബൻഡിനാ ഇഷ്ടപ്പെടാം? ഒരിക്കലുമല്ല. ഞാൻ അവൾക്കായിട്ടൊരു ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ തുടങ്ങിയൊരു എൻ്റെ അക്കൗണ്ടാണത്. അത് അവൾക്ക് ഞാൻ എൻ്റെ കൺട്രോളിൽ ഒരു അക്കൗണ്ട് പേജ് ചെയ്യാൻ തുടങ്ങി, ഞാൻ മാനേജ് ചെയ്യുന്നുണ്ടായ അക്കൗണ്ടാണ്. പിന്നെ അവൾക്ക് രണ്ടാളിലും ഉണ്ടായി. പെട്ടെന്ന് ഒരു ദിവസം അക്കൗണ്ട് അവളിലേക്ക് മാത്രം അങ്ങനെ ആക്കി മാറ്റി. അപ്പം ഞാനങ്ങനെ ഒരു ദിവസം, ഞാനറിയില്ല, ഞാൻ ഈ പണീൻ്റെ തിരക്കും പ്രാരാബ്ദവും കുടുംബങ്ങളെ ആക്കി ഞാൻ പണി 24 hours ഓട്ടും കാര്യങ്ങളായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കുന്നതും ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇവളിങ്ങനെ ആകുന്നതും ഒന്നും ഞാൻ അറിയില്ല. അതെ, ഞാനങ്ങനെ സംശയരോഗം കൊണ്ട് നടക്കാറില്ല. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇതിലിങ്ങനെ ഈ കാണുമ്പോഴുള്ളൊരു അതൊരു ഏതൊരു ഹസ്ബൻഡിനും മനസ്സിലാവും ആ ഒരു വിഷമം. അതിപ്പം ആ കോണ്ടാക്ട് ഒഴിവാക്കാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് കഴുത്ത് കയറുക, പിടിക്കുക, എനിക്ക് സോഷ്യൽ മീഡിയയാണ് വലുത് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പെട്ടെന്ന് വയലൻ്റ് ആവും. ആ വയലൻ്റ് ആകുമ്പോൾ എനിക്ക് പിടിച്ചിക്കാൻ പറ്റൂല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കടിച്ച് കീറി എന്നൊക്കെ പറയും. എന്തെന്നാ പഠിച്ചു പറയാം, എനിക്ക് കടിക്കുന്ന സ്വഭാവം ഇല്ല എനിക്ക്. ഈ ഒരു ലൂപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമില്ലാത്തൊരു കള്ളൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഹനാസാണ്. ഇവൻ വായെടുത്ത നുണയെ പറയും. ഇവൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, സഫയുടെയും റിഫയുടെയും ഒക്കെ കാര്യത്തിൽ ഇവനൊരു സിമിലർ സാധനമാണ് പറയുന്നത്. അതായത് അവർക്ക് അവിഹിതമുണ്ട്, അവർക്ക് വേറെ ആണുങ്ങളായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഇവൻ്റെ ഒപ്പം എങ്ങനെയാ ഓൻ പറഞ്ഞു കേട്ടില്ല, എനിക്ക് സംശയരോഗമൊന്നുമില്ല, ഞങ്ങളുടെ ഒരാളല്ലാന്ന്. പൊന്നു മോനെ, ഒരു സംശയരോഗം ഇല്ലെങ്കിൽ ഈ എൻ്റെ കെട്ടികളോട് സോഷ്യൽ മീഡിയ വേണ്ട, ഈ എൻ്റെ അക്കൗണ്ടിൽ കൂടി ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചോ, ഞാൻ അണക്ക് ഫ്രീഡം തരാം, അല്ലെങ്കിൽ ഈ അണക്കും എനിക്കും കൂടി ഒരു അക്കൗണ്ട് മതി, അത് എനിക്കും കാണാം. എടാ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഓപ്പോസിറ്റുള്ള ഒരാളെ എങ്ങനെയായാലും ഫ്രസ്ട്രേറ്റഡ് ആവില്ലടാ മോനെ. ഈയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ സ്വയം മനസ്സിലാക്കേണ്ടത് ഈയാണ് കുഴപ്പം, മനസ്സിലായില്ലേ? അല്ലാതെ ബാക്കിയുള്ള ഒരു കുഴപ്പക്കാരായതുകൊണ്ടും ഈ ഒരു പുണ്യാളനായതുകൊണ്ടും റിഫ അങ്ങനെ പറ്റി, സഫ ഇങ്ങനെ പറ്റി. ഞാൻ മറ്റേ കിതാബിൻ്റെ പേജിൻ്റെ നടുക്കഷ്ണാണ്, റമദാൻ മാസമാണ്, വള്ള പഠിച്ചാനെ, ഞാൻ എന്തൊരു നല്ല ഇൽമുള്ള മോൻ. അങ്ങനെയല്ല, ഈ ഒന്ന് ഇരുന്ന് എൻ്റെ ഇൻ്റർവ്യൂ ഈ പറയുന്നത് എന്താണെന്നൊക്കെ ഒന്ന് രണ്ടാമത് കേട്ട് വെക്ക്. അപ്പോൾ എനിക്ക് ഏറെക്കുറെ മനസ്സിലാവും ആരുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ളത്. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. മെഹനാസിന് ഈ പറഞ്ഞ പോലെ അറിയില്ല കേട്ടോ, നമുക്ക് ഒരു സെറ്റപ്പ് ഉണ്ടോ, ഒരാളെ പിടിച്ച് തല്ലി അടിച്ച് കുത്തിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും കൊച്ചി ഭാഗത്ത് ഇതേപോലത്തെ ഒരു ഗുണ്ടായിസം, ഒരാളെ തട്ടിക്കൊണ്ടുപോയി അടിച്ച് പിഴിഞ്ഞ് അത് വീഡിയോ ആക്കി അയാളെ ഭീഷണിപ്പെടുത്തി, ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ നടന്നിട്ടുണ്ട്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ വിസിബിലിറ്റിയും റീച്ചും ഉള്ള ഫേസസുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോലീസുകാർ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് അന്വേഷിച്ച് പുറം ലോകത്തിനോട് പറയട്ടെ. ഈ നമ്മളടക്കമുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു മോശക്കേടല്ലേ? ഞങ്ങളടക്കമുള്ളവർക്ക് ഇത് ഭയങ്കര മോശക്കേടാണ്. യൂണിവേഴ്സ് ബിൽഡായിക്കോ, സ്വന്തം കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് വിളിച്ച് പറഞ്ഞ് സ്വയം നാറിപ്പോയിക്കോ, അതൊന്നൊരു വിഷയമല്ല. പക്ഷേ ഒരു ന്യൂസ് ചാനലിന് എടുത്ത് വെച്ച് ഇൻഫ്ലുവൻസർ ഗുണ്ടായിസ് എന്നൊക്കെ പറയാൻ മാത്രം ഈ രീതിയിൽ കാര്യങ്ങൾ വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി പോലീസ് അന്വേഷിച്ച് അതിന് കൃത്യമായ ഒരു ഇൻഫർമേഷൻ പൊതുജനത്തിന് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയില്ല, ഇതിൽ ഫസ്മിന പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തൊരു അതിഭീകരമായി ഫസ്മിനെയും മെഹനാസിനെയും കൊടുക്കാൻ പാകത്തിന് ഈ ചങ്ങായി പറഞ്ഞ വീഡിയോ പുറത്തു വരാതിരിക്കാൻ, അതായത് ലല്ലൂബിയും സഫിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവരൊരു സ്ക്രിപ്റ്റ് നാടകം നടത്തി സ്വയം തല്ലി പൊട്ടിച്ച് അങ്ങനെ പോലീസിൽ കേസ് കൊടുത്ത് പോലീസിനെയും കബളിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതും പുറത്തു വരട്ടെ.
അയ്യേ ഞാൻ തല്ലിന്നാ എനിക്കറിയില്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടില്ലേ. തല്ലി കേസ് ഇതൊന്നും എനിക്കറിയില്ല. തല്ല് കിട്ടിയിട്ടില്ല. ഇത് സഫയുടെ മറ്റേ ഊബർ ഓടിക്കുന്ന ചെക്കെന്ന് പറഞ്ഞ ചെറുക്കനെ ഊബർ ഓടിക്കുന്നില്ലായിരുന്നു. അപ്പൊ അവനെ ആലുവയിൽ നിന്ന് ഇടയപ്പുറത്തുനിന്ന് നാട്ടുകാരൊക്കെ കൂടി പൊക്കി. ഷിബിലി അവളുടെ വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇവൻ മറ്റേ ഊബറിൽ കാവല് നിൽക്കുമായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് ഡൗട്ട് തോന്നി പൊക്കിയപ്പോഴത്തേക്ക് ഇവർ രണ്ടാളും ഓടി. അങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഇവനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഇവരെല്ലാം സത്യവും പറഞ്ഞ് ഇവർ തമ്മിൽ റിലേഷനാണ് അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ്. അപ്പോൾ അത് വീഡിയോ എടുത്തല്ലോ. വീഡിയോ എടുത്തതിന്റെ പേരിൽ ലല്ലു എന്ന് പറഞ്ഞാൽ ഷിബിലി പറഞ്ഞ് എന്നാ പിന്നെ ഞാൻ നിന്നെ തല്ലാം, എന്നിട്ട് സ്റ്റേഷനിൽ നമുക്ക് കള്ളപ്പരാതി കൊടുക്കാം. അതാവുമ്പോഴത്തേക്കും ഈ വീഡിയോ പുറത്തു വന്നാലും നമുക്ക് ഇങ്ങനെ പറയാലോ പറയിപ്പിച്ചെടുത്തതെന്ന്. ആക്ച്വലി ആ ചെക്കൻ എല്ലാ സത്യവും പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായി? ഇത് എൻ്റെ ഫ്രണ്ടും കൂടെയാ. അവന്റെ മുഖം കാണിക്കുന്നതല്ലേ, തല്ലുന്ന എന്തെങ്കിലും വീഡിയോ ഉണ്ടോ? വെറുതെ പറയും. ഇത് വീഡിയോ എടുത്ത ദിവസം അവന്റെ വീഡിയോ എടുക്കുന്ന ടൈമാണ്. ഇതിൽ എവിടെയെങ്കിലും അവന് തല്ലിന്റെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തല്ലുമില്ല. അത് കഴിഞ്ഞ് പോലീസ് വന്ന് സംസാരിച്ച് അവൻ പോയി. അവനും ഷിബിലിയും പോയി. അപ്പോഴൊന്നും തല്ലില്ല. ഇത് കഴിഞ്ഞിട്ടാണ് തല്ല് കിട്ടുന്നത്. അതായത് സഫ പറഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ പുറത്തു വന്നാൽ എല്ലാ കാര്യവും പുറത്തു പോകും, അതുകൊണ്ട് നമുക്ക് തല്ല് കിട്ടി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാന്ന്. ഇത് ഓൾറെഡി ഞാൻ അറിഞ്ഞ കാര്യം. ഇങ്ങനെ ഒരു കള്ള കേസ് കൊടുത്ത കാര്യം ഞാൻ ഓൾറെഡി അറിഞ്ഞതാ. ഇപ്പൊ പ്രശ്നമില്ല, എന്റെ വീഡിയോ മൊത്തം ഉണ്ട്. ഫസ്മിനയുടെ കയ്യിൽ തെളിവ് മൊത്തം ഉണ്ടെന്നാണ് ഫസി പറയുന്നത്. ഫസി ആദ്യം ലൈക്ക് എന്നോട് പേഴ്സണലി സംസാരിച്ച സമയത്ത് മെഹനാസ് ചാടി കയറി പിടിച്ചു എന്നാണ് പറഞ്ഞത്. ഗ്രൂപ്പ് മെസ്സേജുകളിൽ ആൾക്കാർ പിടിച്ചൊരു വേർഷൻ പറയുന്നുണ്ട്. ഫസ്മിന നാളെ ഇടുന്നൊരു വീഡിയോയിൽ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളൊക്കെ അത്യാവശ്യം ആളുകൾ അറിയുന്ന മുഖങ്ങളാണ്. ഓക്കെ, നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഓരോ വിഷയങ്ങളുണ്ടാവും. ഓരോരുത്തരും നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഒരു പരിധി വരെ ഹേർട്ട് ചെയ്ത ആളുകൾ നമുക്ക് വേറൊരാളെയും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഇനി മോശമായ രീതിയിലുള്ള ഒരുത്തനായിട്ടോ ഒരുത്തിയായിട്ടോ വളരും എന്നുള്ള രീതിക്കാണെങ്കിൽ നമ്മൾ അവരെ എക്സ്പോസ് ചെയ്ത് വിടാം. ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. പക്ഷെ അത് ഇതുവരെ ലല്ലൂബീൻ്റെ കേസിൽ ഫസ്മിന ചെയ്തതിന് എനിക്ക് പേഴ്സണലി ഓക്കെ. ഫസ്മിന സംസാരിക്കുന്നതിന് കൃത്യമായ തെളിവുകൾ വെച്ച് സംസാരിക്കുന്ന ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ശരിക്ക് ഫസ്മിന ആ ഒരു ലല്ലൂബിയോടുള്ള ഒരു ദേഷ്യം കൊണ്ടുള്ള എടുത്തുചാട്ടം ചെയ്യേണ്ടിയിരുന്നില്ല. നമ്പർ 1. നമ്പർ 2, ഇതിൻ്റെ തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്മിന അത് പുറത്തു വിടണം. കാരണം ഇത് മെഹനാസിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫസ്മിനയുടെ ക്രെഡിബിലിറ്റീനെ ബാധിക്കും. ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഇടിച്ചു കുത്തി എന്നൊക്കെ പറയുമ്പോൾ. ആൻഡ് ഈ വിഷയത്തിൽ എവിടെയും ഫസ്മിന ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിൽ ഫസ്മിന കേസ് കൊടുക്കണം. ഡെഫിനറ്റ്ലി ഫസ്മിന ഈ ന്യൂസ് ചാനൽസിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം FIR റിപ്പോർട്ട് വെച്ചിട്ട് ന്യൂസ് ഇടാം. ന്യൂസിലെവിടെയും നിങ്ങളെ പേരും മുഖവും ഒക്കെ അവർക്ക് വയ്ക്കാം. കാരണം FIRൽ നിങ്ങളെ പ്രാഥമികമായിട്ടുള്ള പ്രൈമ ഫേസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു FIR ഇടുന്നത്. അപ്പോൾ അതിനകത്ത് പ്രതിപ്പട്ടികയിൽ നിങ്ങളെ പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു മാനിപ്പുലേറ്റ് ചെയ്ത സ്ക്രിപ്റ്റഡ് കേസാണെന്നുണ്ടെങ്കിൽ അതേ ന്യൂസുകാരെ കൊണ്ട് ഇത് തിരുത്തി വേറെ ന്യൂസ് ഇടിപ്പിക്കാനും, പോലീസ് സ്റ്റേഷനിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കേസാണ്, പോലീസിനെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തൊരു പൊറോട്ട് നാടകമാണെന്നുണ്ടെങ്കിൽ അതിന് തെളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്മിന ഡെഫിനറ്റ്ലി അത് വെക്കണം. കാരണം മെഹനാസിൻ്റെ കേസിന് മെഹനാസിന് ഇതൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സീറോ അല്ല, നെഗറ്റീവ് ക്രെഡിബിലിറ്റി ഉള്ള ഒരുത്തനാണ്. ക്രെഡിബിലിറ്റി ഇല്ല, നെഗറ്റീവിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തന് വന്നിട്ട് പൊതുജനങ്ങളോട് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ടയോ തെളിയിക്കേണ്ടയോ കാര്യമില്ല. അവനാരും ഓഡിറ്റ് ചെയ്യില്ല. പക്ഷേ ഫസ്മിനയുടെ കേസ് അങ്ങനെയല്ല. ഫസ്മിനയുടെ കേസിൽ ഡെഫിനറ്റ്ലി ഇതിൽ പബ്ലിക്കിൽ ഒരു ഓഡിറ്റ് ഉണ്ട്. പബ്ലിക്കിൽ ഒരു പരിധി വരെ ഫസ്മിനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. അത് ഫസ്മിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നിങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തിട്ട് ബാക്കി കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം.